കല ലഹരിയാക്കി മാറ്റിയ ചെമ്പിലോട് HSSലെ മിടുക്കന്മാരായ കുട്ടികളെയാണ് ഇന്ന് ടൈംസ് ഓഫ് കേരളയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിന്നോട് ദേഷ്യം ഈ കോലാഹലം മുഴുവൻ ഉണ്ടായത് നല്ലൊരു സപ്പോർട്ടും എല്ലാം നമുക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ ദീനിലെ പ്രഭയാം നല്ല വയനാട്ടിലെ പണിയ സമുദായത്തിലെ ഒരു തനത് കലാരൂപമാണ് ഈ പണിയ നൃത്തം എന്ന് പറയുന്നത്. നമുക്ക് ജില്ലാ കലോത്സവത്തിൽ 9ഓളം ഐറ്റംസ് ഇപ്പം നമ്മൾ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാ കലകൾക്കും നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ സംസ്ഥാന കലോത്സവത്തിൽ ചെമ്പ്രോട് ഹൈസ്കൂളിന്റെ ഭാഗമായി നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അഹം വിദൂഷകഹാസ്മി ശത്രുന വിദിത്വ സ്വാബലീകൃതം സിംഹാസനാരോഹണം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തേട് കിട്ടുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പണിയ നൃത്തം ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവര് നല്ല എനർജിയോടെ കളിച്ചു, അവര് നേടിയെടുത്തു. മലബാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. ഇനി നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് എല്ലാവരും പോവും. എന്നിട്ട് അവിടുന്ന് കപ്പ് മേടിച്ചിട്ട് നമ്മൾ വരും. മികച്ച പഠനത്തോടൊപ്പം തന്നെ കലയെ സ്നേഹിക്കുന്ന നമ്മുടെ കല ലഹരിയാക്കി മാറ്റിയ ചെമ്പിലോട് HSSലെ മിടുക്കന്മാരായ കുട്ടികളെയാണ് ഇന്ന് ടൈംസ് ഓഫ് കേരളയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും അതുപോലെ PTA-യുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് ചെമ്പിലോട് സ്കൂളിന് ഉയർന്ന ഒരു ഖ്യാതി നേടിക്കൊടുക്കാൻ സാധിച്ചത്. ജില്ലാ കലോത്സവത്തിൽ 9ഓളം ഐറ്റംസ് നമ്മുടെ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ നമ്മളിവിടെ കാണുന്നത് നാടക മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടിയ ടീമാണ് ഇവിടെയുള്ളത്. അതുപോലെ നമ്മുടെ നാടകത്തിന് തന്നെ മികച്ച നടി അൻഷിക ഗിരീഷിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ പേര് അൻഷിക ഗിരീഷാണ്. ഞാൻ ചെമ്പിലോട് HSS ആണ്. അധികാര അഹംഭാവത്തിനെതിരെയും വർഗബോധം പറഞ്ഞ വ്യത്യാസം എന്നതാണ് ഈ നാടകം. നാടകത്തിന്റെ പേര് വലയാണ്. എനിക്കെന്നാത്തിനാടാ നിന്നോട് ദേഷ്യം? നീ എന്റെ കരളല്ലേ? അല്ലടി, ഞാൻ കുഴിച്ച കുഴിയിലല്ലേ നീ വീണേ. ഈ കോലാഹലം മുഴുവൻ ഉണ്ടായത് അതുകൊണ്ടല്ലേ. ചെക്കാ, നീ കുഴിച്ച കുഴി, ആ കുഴി ഇരപിടിക്കാനാണെങ്കിലും അന്ന് ഞാൻ ആ കുഴിയിൽ വീണപ്പോ നീ എന്നോട് കാട്ടിയത് സ്നേഹല്ലേ? അരിമണി പെറുക്കി ജീവിക്കുന്ന പെറുക്കികള് ഇനി ഈ ദേശത്തിന് പുറത്തെ. ജിഷ്ണു മാഷാണ് നമ്മളെ നാടകം പഠിപ്പിച്ചത്. അതിനൊപ്പം തന്നെ സബി മാഷും മിലൻ മാഷും ജിതി മാഷും മുരളിയാട്ടനും ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിന്. അപ്പം അതിന് റിസൾട്ട് കൊടുത്തതാണ് നമ്മൾ. ടീച്ചേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവർ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പാരൻസിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് 1ാം സ്ഥാനം വാങ്ങിയ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവിടെയുള്ളത്. നമ്മുടെ ഈ വഞ്ചിപ്പാട്ടിന് വേണ്ടി നമ്മുടെ സ്കൂളും മാനേജ്മെൻറ്റും അധ്യാപകരും അതുപോലെ PTA എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1ാം സ്ഥാനത്തേക്കാണ് നമ്മുടെ വഞ്ചിപ്പാട്ട് എത്തിയ. എത്രയോ കുട്ടികളോട് മത്സരിച്ച് ആണ് നമ്മൾ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണനേതും പറഞ്ഞില്ല, കൃഷ്ണനേതും പറഞ്ഞില്ല, കൃഷ്ണനേതും പറഞ്ഞില്ല, കേൾക്ക എന്റെ പ്രാണനാഥേ. കൃഷ്ണനേതും പറഞ്ഞില്ല, കേൾക്ക എന്റെ പ്രാണ
ആറന്മുള ശൈലിയിലുള്ള സന്താന ഗോപാലൻ കഥാഭാഗത്തിലെ ആറന്മുള ശൈലിക്കനുസരിച്ച് പാടിയതാണ്. ഞങ്ങളെ പഠിപ്പിച്ചത് മനുസാറാണ്. 15 ഒപ്പനയും നമുക്ക് 2ാം സ്ഥാനമാണ് കിട്ടിയത്. സെക്കൻഡ് എ ഗ്രേഡ് ആണ് നമുക്ക് കിട്ടിയത്. നാസിർ പർശ്വിനി സാറാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടും എല്ലാം നമുക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അപ്പീലിന് പോയിട്ടുണ്ട്. സ്റ്റേറ്റിൽ നമുക്ക് കയറണോ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ബിസ്മില്ല പാടി വந்த പൂമങ്ക കുസുമത്തിൻ ചിന്തിടുന്നൊരരിമുല്ല ഹരിമുല്ലപ്പൂവിനുള്ള പരിശെന്താ പരിശുദ്ധ ദീനിലെ പ്രഭയാം നല്ല ദീനിൻ വെളിച്ചമിന്നുമ്മത്തിനേകിയ അമ്പിയ രാജാവിൻ ശൗക്കോളി ഉമ്മത്തിമാർക്കെല്ലാം മാതൃകയായവർ ഹക്കോളി ദീനിൻ വെളിച്ചമിന്നുമ്മത്തിനേകിയ അമ്പിയ രാജാവിൻ ശൗക്കോളി ഉമ്മത്തിമാർക്കെല്ലാം മാതൃകയായവർ ഹക്കോളി ഹക്കോളി പാകിയ മതി സൗദാബിക്ക് ഷറഫുറ്റരാവല്ലോ രാവിന്റെ മർഹബ ചാർത്തി അംലാക്കുകൾ നിന്നുള്ള ചേലല്ലോ ചേലിൽ മഷഹൂർ പെറ്റ നാടാക്കി രാവിൻ ഉലകിൽ വളർമ ജോറാക്കി കിസകൾ പോലെ. ഹയർ സെക്കൻഡറി വിഭാഗം പണിയ നൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ കുട്ടികളാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. വയനാട്ടിലെ പണിയ സമുദായത്തിലെ ഒരു തനത് കലാരൂപമാണ് ഈ പണിയ നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ തുടിയുടെയും പാട്ടിൻ്റെയും താളത്തിൽ നമ്മൾ നൃത്തം വെക്കുന്നതാണ് പണിയ നൃത്തം. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച രവി സാറ്, അശോക സാറ്, പ്രജോദ് സാറ്, ഇവർ 3 നമ്മളെ പഠിപ്പിച്ചേ. നമുക്ക് സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പ്രാക്ടീസിന് അങ്ങനെ ടൈം കിട്ടിയിട്ടില്ല. ഇപ്പൊ പുതിയ വന്നൊരു ഐറ്റം ആയിരുന്നു ഈ പണിയ നൃത്തം എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് മത്സരിച്ച് നമ്മൾ ജില്ലയിലെത്തി 1ാം സ്ഥാനവും സംസ്ഥാനത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹയർ സെക്കൻഡറിയിലെ കലോത്സവത്തിൻ്റെ ലീഡറാണ് റെജിന മിസ്സും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സംസ്ഥാന തലത്തിലേക്കും ഇനി കിട്ടാൻ നമ്മൾ പരിശ്രമിക്കും. ലല്ലേ 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 യാഹാ തട്ടാങ്കൊത്തി പാപ്പത്തി ഇഞ്ചിക്കുടുക്കയിലെ വേള പുള്ളിക്ക് വെച്ച പാലുള്ള പാലും തിലയും ചോരനെ കയ്യുവ തൊട്ടില് പോയാക്കു തൊട്ടിലൊരു ആമനെ അറവ വടിക്ക് പോയാക്കു വടിമ്പേ ഒരു കുന്ത നമുക്ക് ജില്ലാ കലോത്സവത്തിൽ 9ഓളം ഐറ്റംസ് ഇപ്പം നമ്മൾ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്പന, മൈമ്, അതിനൊക്കെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഓരോ മാർക്കിൻ്റെ കുറവേ ഉള്ളൂ, ചിലപ്പോൾ അപ്പീൽ കിട്ടും. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മുടെ കണ്ണൂരാണ് 1ാം സ്ഥാനത്തിലെത്തിയത്. അപ്പം നമ്മുടെ ചെമ്പിലോട് സ്കൂളിലും 10-35ഓളം പോയിന്റ് നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ നല്ല പോയിന്റോടെ കണ്ണൂർ തന്നെ 1ാം സ്ഥാനത്തിലെത്തും. അപ്പം ചെമ്പിലോട് സ്കൂളിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. എല്ലാ കുട്ടികളും പങ്കെടുത്ത് നമ്മളും നല്ലൊരു പോയിന്റ് വാങ്ങിക്കൊടുക്കും. നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാ കലകൾക്കും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്ത റഷീദ ടീച്ചർ, മഞ്ജു ടീച്ചർ, ദുൽഷന വത്സ മാഷ്, മാനേജ്മെന്റ് എല്ലാവർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ചെമ്പിലോട് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ് സുനിൽകുമാറാണ്. നമ്മളിവിടെ നിൽക്കുന്നത് ചെമ്പിലോട് ഹൈസ്കൂളിലാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചയോടുകൂടി നമ്മളോട് കണ്ണൂർ ജില്ല റവന്യൂ കലോത്സവം കഴിഞ്ഞു. നല്ല തിളക്കമാർന്ന വിജയമാണ് ചെമ്പിലോട് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന്. നല്ലൊരു കോൺട്രിബ്യൂഷനാണ് കണ്ണൂർ നോർത്തിന് നമ്മൾ സംഭാവന ചെയ്തത്. കണ്ണൂർ നോർത്ത് സബ് ജില്ലക്കാണ് നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ഏകദേശം 40-45ഓളം കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അത് ജനുവരി മാസമാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് നമ്മുടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ എല്ലാം തന്നെ നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ടാണ് നമ്മുടെ ഈ റവന്യൂ കലോത്സവത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചത്. ഇനിയുമുള്ള മത്സരങ്ങളിലും ആ രീതിയിൽ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ സംസ്ഥാന കലോത്സവത്തിൽ ചെമ്പിലോട് ഹൈസ്കൂളിൻ്റെ ഭാഗമായി നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്. നല്ല സംഭാവന തന്നെ കൊടുത്തുകൊണ്ട് നല്ല തിളക്കമാർന്ന വിജയം
നമ്മുടെ സ്കൂളിനകത്തും അതുപോലെ തന്നെ കണ്ണൂർ റവന്യൂ ജില്ലയിലേക്കും നമ്മൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പം പറയാനുള്ളത്. അതിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സായാലും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരായാലും ഇവിടെ വരുന്ന പ്രാക്ടീസിന് വരുന്ന അധ്യാപകന്മാരായാലും എല്ലാം തന്നെ നല്ല രീതിയിലാണ് കുട്ടികളുമായി ഇടപെടുന്നത്. ആ രീതിയിൽ തന്നെ കുട്ടികളും നല്ല രീതിയിൽ തന്നെയാണ് അവരോട് പ്രാക്ടീസിന് വരുന്ന അധ്യാപകന്മാരും എല്ലാം തന്നെ വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവത്തിൽ കലാമാമാങ്കത്തിൽ ഇടപെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഉണ്ടായ റവന്യൂ ജില്ലക്ക് കിട്ടിയ ചാമ്പ്യൻഷിപ്പ് ഈ വർഷവും കണ്ണൂർ ജില്ല തന്നെ നേടും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്ന ഈ കലാകാരന്മാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ കണ്ണൂർ ജില്ല ഈ പ്രാവശ്യവും കപ്പ് വാങ്ങിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കപ്പ് വാങ്ങിച്ചുകൊണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഈ ചെമ്പിലോട് ഹൈസ്കൂളിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താനുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ 2 പരിപാടിക്ക് നിന്നിട്ടുണ്ട്. ഒന്ന് അറബിക്ക് സംഘഗാനവും ഒന്ന് ഒപ്പനയാണ്. അറബിക്ക് സംഘഗാനം നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മളെല്ലാം. അതേപോലെ തന്നെ അതിന് എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിന് 2 ഇനത്തിൽ നിന്നതിൽ ഒന്നിൽ എ ഗ്രേഡും ഒന്നിൽ സെക്കൻഡും എ ഗ്രേഡും ആയിരുന്നു. ഒപ്പനക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വത്സമാഷിൻ്റെ അടുത്തു നിന്നായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല ഇതായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ഫാമിലിക്കാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ ഒപ്പനക്ക് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇനി നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് എല്ലാവരും പോവും. എന്നിട്ട് അവിടുന്ന് കപ്പ് മേടിച്ചിട്ട് നമ്മൾ വരും. ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിൻ്റെ കുട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. നമുക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. 3rd എ ഗ്രേഡാണ് കിട്ടിയത്. എൻ്റെ പേര് നൗമിക. സംസ്കൃത നാടകത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ വിദൂഷകനായിട്ടാണ് അഭിനയിച്ചത്. അഹം വിദൂഷകസ്മി യോ യുവക ജനന ശൃംഖലാദ്വാരാ വർത്തമാനം മൃത്യും പ്രാപ്തവാൻ ആദരണീയാനാം കൃതേ അഭിവാദനം ഏകാന്തേ സമൂഹേ ഉപവിഷ്ടാനാം പൂജ്യ മഹദീ മഹാനസ്യ ഏകാധികം നമസ്കാരഃ. ഞാൻ ഇതിലെ ധർമ്മപുത്രനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹസ്തിനപുരം മഹാഗുരു പ്രതിസ്വാഗതം. നമ്മളെ നാടകത്തിന് 3rd എ ഗ്രേഡ് ഉണ്ട്. ഞാൻ ഈ നാടകത്തിൽ അർജുനനായിട്ടാണ് അഭിനയിച്ചത്. ശത്രുന വിദിത്വ സ്വാബലീകൃതം സിംഹാസനാരോഹണം ഹസ്തിനപുരിയ സാധാരണ ജനാനമാകുഷേത് ഇതി ഭവാൻ ജനാധീനവാ. സംസ്കൃത നാടകത്തിൽ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുന്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ സംസ്കൃത നാടകത്തിൽ ദ്രൗപദി ആയിട്ടാണ് അഭിനയിച്ചത്. വളരെ സന്തോഷമുണ്ട് ജില്ലയിലേക്ക് അഭിനയിക്കാൻ സ്ഥാനം കിട്ടിയതിൽ. ഞാൻ സംസ്കൃത നാടകത്തിൽ 2 കൊല്ലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ ജില്ലയിൽ പോയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് 3rd കിട്ടിയതിൽ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 3rd കിട്ടുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം കലോത്സവത്തിനും സംസ്ഥാന തലത്തിൽ പോയിട്ടുണ്ട്. 2 ഐറ്റത്തിനാണ് പോയത്, ജലച്ചായം എണ്ണച്ചായം. ഇപ്രാവശ്യം പെൻസിൽ ഡ്രോയിങ് എണ്ണച്ചായത്തിനാണ് സംസ്ഥാനത്തിൽ യോഗ്യത കിട്ടിയത്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലല്ലേ 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 ഇയാ ലല്ലാങ്കുത്തി പാപ്പത്തി ഇഞ്ചിക്കുട് കയ്യിലെ വേള ഉള്ളിക്ക് വെച്ച പാലുള്ള പലുന്തിലയും ചോരനെ കയ്യുവ തൊട്ടില് പോയാക്ക് തൊട്ടിലൊരു ആമന് അറവ വടിക്ക് പോയാക്ക് വടിമ്പോ ഒരു കുന്ത ഇയാ പണിയരുത്തത്തിലെ ഒരു സോങ് ആണ് നമ്മളിപ്പോ പാടിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അനുഗ്രഹമായി നമുക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഒരു മാനേജ്മെൻറ്റ്. ചെമ്പിലോട് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മലബാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാനേജർ 10, 30, 40ഓളം സ്കൂളുകളുടെ
ഒരു ചുമതലക്കാരനാണ്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ കലോത്സവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സബ് ജില്ലാ കലോത്സവമായാലും ജില്ലാ കലോത്സവമായാലും അതുപോലെ സംസ്ഥാന തലത്തിലേക്കുള്ള കുട്ടികളുടെ കടന്നുപോകാനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളായാലും ആ പ്രവർത്തനങ്ങളെയെല്ലാം ഏറ്റവും ഭംഗിയാക്കി തരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ വത്സൻ മഠത്തിൽ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള മാനേജിംഗ് കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ വളരെ സജീവമായി ഇടപെട്ടു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൽ. ഇപ്പം നമ്മുടെ സബ് ജില്ലാ കലോത്സവം നടക്കുന്ന ദിവസങ്ങളിലെല്ലാം 4 ദിവസവും രാത്രി 2 മണി വരെയും 3 മണി വരെയും നമ്മോടൊപ്പം നിന്നുകൊണ്ട് കുട്ടികൾക്ക് പ്രചോദനം പകരാൻ ബഹുമാനപ്പെട്ട മാനേജർ നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലുകളാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും മഹത്തരമായ നേട്ടത്തിലേക്ക് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ നയിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരിനമായിരുന്നു ഞങ്ങളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പണിയ നൃത്തം. ഏകദേശം 2:30 മണി ആവുമ്പോഴത്തേക്കും മാത്രമാണ് ഈ കലോത്സവത്തിൽ ഈ നൃത്ത ഇനം തീർന്നത്. കുട്ടികൾ വളരെ താല്പര്യത്തോടെ ഇതിൽ പരിശീലനത്തിൽ ഏർപ്പെടുകയും സംസ്ഥാനത്തേക്ക് പോകുവാൻ റെഡിയാവുകയും ചെയ്തിട്ടുണ്ട്. ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ്കോട്ടിംഗ് ടീച്ചേഴ്സായിട്ട് കുട്ടികളുടെ കൂടെ നല്ല പ്രോത്സാഹനം നൽകി കൂടിയെത്തിയത് രമ്യ ടീച്ചറും ബിജിഷ ടീച്ചറുമായിരുന്നു. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ വർഷം പുതുതായി തുടങ്ങിയ ഒരു മത്സര ഇനമാണ് പണിയ നൃത്തം. ആദ്യം തന്നെ മാനേജർ പറഞ്ഞു എല്ലാ ഐറ്റത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് സെലക്ഷൻ നടത്തലായിരുന്നു. ഉപജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിലായതുകൊണ്ട് തന്നെ എല്ലാ ഇനവും നമ്മളുടെ സ്കൂളിൽ കുട്ടികളെ അവതരിപ്പിച്ചു. പണിയ നൃത്തത്തിൽ സബ് ജില്ലയിൽ നിന്ന് കിട്ടി നമ്മൾ എന്നിട്ട് ജില്ലാ തലത്തിലേക്ക് പയ്യന്നൂരേക്ക് കൂട്ടി പോവുകയായിരുന്നു. ആദ്യം മുതലേ ആ ഒരു ഐറ്റത്തിൻ്റെ ചാർജ് എനിക്കായിരുന്നു. കുട്ടികൾ നല്ല രീതിയിൽ അത് പരിശീലിക്കുകയും ആദ്യം മുതലേ തന്നെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ സംസ്ഥാനത്ത് പോകുന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു അവർ പരിശീലിച്ചുകൊണ്ടിരുന്നത്. ജില്ലയിൽ പോയി ഞങ്ങൾ 9:30 ഇവിടുന്ന് 21-ാം തീയതി രാവിലെ 9:30 ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെയും കൂട്ടി പയ്യന്നൂരേക്ക് പോയത്. വൈകുന്നേരം 5 മണിയായിരുന്നു ഐറ്റത്തിൻ്റെ സമയം പറഞ്ഞിരുന്നത്. 4 മണിയാകുമ്പം തന്നെ കുട്ടികളെല്ലാം റെഡിയായി നിന്നു. പക്ഷേ മത്സരം നടന്നത് പുലർച്ചെ 22-ാം തീയതി പുലർച്ചെ 2 മണിക്കാണ് മത്സരം നടന്നത്. എന്നാലും നമ്മുടെ കുട്ടികൾ ഊണും ഉറക്കവും ഇല്ലാതെ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് നേടിയെടുത്തു, അങ്ങനെ തന്നെ പറയാം. വൈകുന്നേരം 4 മണിക്ക് റെഡിയായി നിന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പല സ്കൂളിലെ കുട്ടികളും മത്സരവേദിയിൽ തന്നെ തളർന്നു വീഴുന്നുണ്ടായിരുന്നു. നമ്മളുടെ കുട്ടികൾക്ക് അതൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ഭയങ്കര നല്ല ഒരു എനർജിയോടെ സംസ്ഥാനത്ത് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ നല്ല എനർജിയോടെ കളിച്ചു, അവർ നേടിയെടുത്തു. മാനേജർ പ്രത്യേകമായിട്ട് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ വയനാട്ടിൽ നിന്ന് വന്ന പരിശീലകരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. അപ്പോൾ നമ്മളുടെ കൂടെ 12 കുട്ടികളാണ് ഇതിൽ മത്സരിച്ചത്. 10 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആൺകുട്ടികൾ കൊട്ടാനും പിന്നെ 2 കുട്ടികൾ പാടുന്നത്, പിന്നെ 8 കുട്ടികളാണ് നൃത്തം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. 2024-25 വർഷം ശാസ്ത്ര, ഗണിതശാസ്ത്ര, സ്പോർട്സ്, കലാമേളകളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടമാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചുള്ളത്. ഈ പ്രാവശ്യം കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വെച്ച് നടക്കുകയും വളരെ ഭംഗിയായി എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമാകുന്ന രീതിയിലുള്ള ഒരു കലോത്സവ നടത്തിപ്പിലൂടെ മാതൃക സൃഷ്ടിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കലോത്സവം കഴിഞ്ഞപ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനത്തായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനവുമാണ് 246 പോയിന്റുകളോടെ നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ജില്ലാ കലോത്സവത്തിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രതിനിധീകരിച്ച് 150ഓളം വരുന്ന കലാകാരന്മാരാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു പോകാൻ സാധിച്ചത്. നല്ല ഒരു കലോത്സവം തന്നെയാണ് പയ്യന്നൂരിൽ വെച്ച് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ കെട്ടും മട്ടും അതിൻ്റെ ഭംഗിയും ഒക്കെ തന്നെ തീർത്തും ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് ആ കലോത്സവം ഇവിടെ നടന്നിരുന്നത്. ചെമ്പിലോടിനെ സംബന്ധിച്ചിടത്തോളം മുൻവർഷത്തേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ കലോത്സവത്തിൽ 137 പോയിന്റുകളാണ് ചെമ്പിലോട് ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾ മാത്രം കരസ്ഥമാക്കിയത്. അത് മാത്രമല്ല 10ഓളം ഇനങ്ങളിൽ പ്രത്യേകിച്ച് മലയാള നാടക മത്സരമായ ഏറ്റവും ആവേശകരമായ, ഏറ്റവും ഭംഗിയായ, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഒരു കലാരൂപമായ നാടകം, മലയാള നാടക മത്സരത്തിൽ, അതുപോലെ തന്നെ വഞ്ചിപ്പാട്ട്, അതുപോലെ തന്നെ അറബിക്ക് നിഘണ്ടു നിർമ്മാണം, അതുപോലെ അറബിക്കിൻ്റെ തർജിമ, അതുപോലെ ചിത്രരചനയിൽ ജലച്ചായം, എണ്ണച്ചായം, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്,
ലളിതഗാനം, ഗസൽ ആലാപനം ഈ ഇനങ്ങളിലൊക്കെയാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 2-3 ഇനങ്ങളിലായി, ഗ്രൂപ്പ് ഡാൻസ് ഉൾപ്പെടെയുള്ള ഇനങ്ങളിലായി സംസ്ഥാന തലത്തിലേക്ക് പോകാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കലോത്സവത്തിൻ്റെ കുട്ടികളുടെ ഒരു കലാപരമായ കഴിവുകൾ, ആ കഴിവുകൾ ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കലോത്സവത്തിൽ മാത്രമല്ല, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ സ്കൂളിന് മാറാൻ കൂടി സാധിച്ചു. കായികമേളയിൽ 7ഓളം കുട്ടികൾ സംസ്ഥാന തലത്തിൽ വിവിധ ഇനങ്ങളിലായി, അത് അത്ലറ്റിക്സ് ഇനങ്ങളിൽ ഉൾപ്പെടെ ഒരു കായികമേളയുടെ ഏറ്റവും ആകർഷകമായ ഇനം, ഏറ്റവും പ്രധാനപ്പെട്ട ഇനം അത്ലറ്റിക്സ് ഇനങ്ങളാണ്. ആ ഇനങ്ങളിൽ ഉൾപ്പെടെ 3000 മീറ്റർ ഉൾപ്പെടെ 1500 മീറ്റർ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ സാധിച്ച ഒരു വർഷം കൂടിയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരായാലും PTA ഭാരവാഹികളായാലും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായാലും പൂർവ്വ അധ്യാപകരായാലും അവരുടെയൊക്കെ നാട്ടുകാരായാലും ജനപ്രതിനിധികളായാലും അവരുടെയൊക്കെ ഒരു കൂട്ടായ ഇടപെടലിൻ്റെയും കൂട്ടായ ഒരു സഹകരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കലോത്സവ നടത്തിപ്പായാലും കലോത്സവമായി ബന്ധപ്പെട്ട ഉന്നതങ്ങളായ ഘടകങ്ങളിലേക്കുള്ള മത്സരത്തിനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അത്തരത്തിൽ നമ്മളെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ സബ് ജില്ലാ കലോത്സവം പോലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാറില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കലോത്സവത്തെ ഒരു ജനകീയമാക്കി മാറ്റാൻ, ജനങ്ങളുടെ പങ്കാളിത്ത ഇടപെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിനും അപ്പുറത്ത് ജനമനസ്സുകളിലേക്ക് ഈ കലോത്സവത്തെ എത്തിക്കാൻ ടൈംസ് ഓഫ് കേരള എന്ന ചാനലുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, അവരുടെ പ്രവർത്തനം നമ്മുടെ കലോത്സവത്തിനകത്ത് ഏറ്റവും അധികം, ഇപ്പോഴും നമുക്കറിയാം ആ കലോത്സവത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിലൊക്കെ യഥേഷ്ടം കാണാൻ അത് ആളുകളെ പൂർവ്വ വിദ്യാർത്ഥികളായാലും വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായപ്പെട്ട കുട്ടികളൊക്കെ ഇന്നും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ മനോഹരമായി ആ കലോത്സവത്തിൻ്റെ എല്ലാ മേഖലകളെയും കവർ ചെയ്യാൻ, അവർക്ക് നാട്ടിൽ നിന്ന് കണ്ട ഒരു അനുഭൂതി, നേരിൽ കണ്ട അനുഭൂതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണത്തിലൂടെ കുട്ടികളിലേക്കും ജനസമൂഹത്തിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അങ്ങനെ ഒരു കവറേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ് ജില്ലാ കലോത്സവത്തിന് ഒരിക്കലും ലഭിക്കാറില്ല. പക്ഷേ അത്രമാത്രം കവറേജ് നൽകിക്കൊണ്ട് ജില്ലാ കലോത്സവത്തിന് അപ്പുറത്തേക്ക് ചെമ്പിലോടിൻ്റെ സബ് ജില്ലാ കലോത്സവത്തെ മാറ്റാൻ, അതോടൊപ്പം ചെമ്പിലോട് സ്കൂളുമായി ബന്ധപ്പെട്ട മേളകളിലും പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും മറ്റ് പ്രവർത്തനങ്ങളിലായാലും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് നമുക്കൊരു അനുഗ്രഹമായി മാറി എന്നുള്ളത് കൂടി ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.